ഹലോ ഗൈസ്, വെൽക്കം മൈ ചാനൽ ജോവിയൽ ക്രാഫ്റ്റ്സ്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മൾ റീസെൻ്റ് ആയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, ഒരു വെസ്റ്റേൺ ലുക്കിലുള്ള ഫ്ലീറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് ബാൻഡ്. അത് നമ്മൾ റെഫറൻസ് എടുത്തതെന്ന് വെച്ചാൽ ഷാറുഖ് ഖാൻ വെയർ ചെയ്ത ഒരു ഔട്ട്ഫിറ്റിൻ്റെ റെഫറൻസിലാണ് നമ്മളത് ചെയ്തത്. അതൊരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബ് വ്ളോഗർക്ക് വേണ്ടി നമ്മൾ ചെയ്തതാണ്. ആളുടെ ചാനൽ ഞാൻ റിവീൽ ചെയ്യുന്നില്ല, ബിക്കോസ് ആളിതിപ്പോൾ എന്തായാലും ഇത് ഞാൻ ആൾക്ക് കൊറിയർ ഫോർവേഡ് ചെയ്യാനുള്ളതാണ്. ആളിത് ഇട്ടിട്ടുള്ള വീഡിയോസ് എന്തായാലും അപ്ലോഡ്സ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് ഞാനത് ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ എന്തായാലും ഞാൻ ഇത് ഫിനിഷ് ചെയ്തതിന് ശേഷം ഞാൻ വെയർ ചെയ്തിട്ട് ഒരു ഷോർട്ട് കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതെങ്ങനെയാണ് വെയർ ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയയ്ക്ക് വേണ്ടിയാണ്. അത് പോരാത്തിന് ഞാൻ എന്തായാലും ഷാറുഖ് ഖാൻ വെയർ ചെയ്ത ഓൾറെഡി ആ ഒരു പിക്ചറും കൂടെ മെൻഷൻ ചെയ്യുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ടു എൻഡ് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളിപ്പം ഈ ഒരു ബെൽ ഷേപ്പിൽ ന്യൂസ് പേപ്പർ കട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ച് ട്രേസ് ചെയ്തിട്ടാണ് ഇനിയിപ്പം മെയിൻ പീസ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. ഞാൻ ഓൺ ഫോൾഡിലാണ് ഫാബ്രിക് ഇട്ടേക്കുന്നത്. ഫോൾഡ് ചെയ്തിട്ടിട്ട് ആ ഒരു പാറ്റേൺ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തേക്കുവാണ്. ഒരു 1 ഇഞ്ച് നമ്മളുടെ ഷോൾഡർ ടു വരുന്ന പോർഷൻ, അതായത് 1 ഇഞ്ചിൽ ആ ഒരു ബെൽറ്റിൻ്റെ ലെവൽ വരുന്ന പോർഷനും ദെൻ താഴേക്ക് ബെല്ലിൻ്റെ ഷേപ്പ് വരുന്നിടത്ത് ഒരു 2.5 ഇഞ്ച് വിഡ്ത്തിലുമാണ് ഞാൻ ചെയ്യുന്നത്. അതെന്തായാലും ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കാം. ഞാൻ സാറ്റിൻ ആയതുകൊണ്ട് തന്നെ അത് മൂവ് ആകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ പ്രപ്പോർഷൻ മാറാതിരിക്കാൻ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഈ സെയിം തന്നെ നമുക്ക് 2 എണ്ണമാണ് വേണ്ടത്, ബിക്കോസ് 2 സൈഡ് ഓപ്പോസിറ്റ് സൈഡും വരുന്നുണ്ട്. 2 സൈഡ് വരുന്നുള്ളതുകൊണ്ട് തന്നെ സെയിം തന്നെ നമുക്ക് ഓൺ ഫോൾഡിലിട്ടിട്ട് 2 പീസ് കട്ട് ചെയ്തിട്ടെടുക്കണം. ഞാൻ സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ന്യൂസ് പേപ്പർ കട്ടിങ് കറക്റ്റ് ആ ഒരു 1 ഇഞ്ച് ആൻഡ് 2.5 ഇഞ്ച് മെഷർമെൻറ്റിൽ കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ സ്റ്റിച്ചിങ്ങിനുള്ള അലവൻസ് ഒരു 1/2 ഇഞ്ച് ഫുൾ സൈഡിൽ ഞാനത് മെൻഷൻ ചെയ്യുന്നുണ്ട്, മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേന് ഈ ഒരു മെഷർമെൻറ്റ് നിങ്ങൾക്ക് എത്രയാണ് ആ വിട്ട് വരേണ്ടത് അതിനനുസരിച്ച് അലവൻസ് കൂടെ എക്സ്ട്രാ ഇട്ടിട്ട് വേണം കട്ട് ചെയ്തിട്ടെടുക്കാൻ. ഞാൻ വെയർ ചെയ്തേക്കുന്ന ഷർട്ട് കണ്ടു, എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഞാൻ റീസെൻറ്റ് വീഡിയോയിൽ അതിൻ്റെ ആ ഒരു ഡൈയിങ് ടെക്നിക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടൊരു വൈറ്റ് ഷർട്ടായിരുന്നു, അപ്പം അത് ഞാൻ ഡൈ ചെയ്തിട്ട് എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനത് വെയർ ചെയ്തേക്കാമെന്ന് ഓർത്തു. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു 1 സൈഡിനുള്ള ഓപ്പൺ ടൈയുടെ ആ ഒരു ക്ലോത്ത് പോർഷൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി സെയിം തന്നെ ട്രേസ് ചെയ്തിട്ട് ഒരു പീസ് കൂടെ നമുക്ക് വേണം. മറക്കാതെ നോക്കുക, കാരണം വെച്ചാൽ നമ്മൾ ഓൺ ഫോൾഡിൽ മെറ്റീരിയൽ ഇട്ടേക്കുന്നത്, ഞാൻ ഫോൾഡ് ചെയ്തിട്ടാണ് മെറ്റീരിയൽ ഇട്ടേക്കുന്നത്. നമുക്ക് ആ 2 എൻഡ് കിട്ടണം, അതാണ് സെൻറ്റർ കട്ടായി പോവാതെ 2 എൻഡ് കിട്ടണം. ഷാറുഖ് ഖാൻ വെയർ ചെയ്തേക്കുന്ന ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് നമ്മളും ഫോളോ അപ്പ് ചെയ്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു പിക്ചറൂടെ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഔട്ട് ചെയ്തെടുത്തേക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത്. നമ്മളുടെ ചെസ്റ്റിന് നമ്മൾ നിപ്പിളിൻ്റെയൊക്കെ താഴെ ഡൗൺ പോർഷനിൽ ആ ഒരു ലെവലിലാണ് 2 എൻഡും വരുന്നത് ഓപ്പൺ ടൈയുടെ. ഞാനിപ്പോൾ ഒന്ന് നല്ല പോർഷൻസ് 2ഉം കൂടെ വെച്ചിട്ട് 2 എൻഡും ഫുള്ള് സൈഡ് ഞാനൊന്ന് അടിച്ചു വിടുന്നുണ്ട്. നമുക്കത് ഉൾട്ടയായിട്ട് തിരിച്ചിടാനുള്ളതാണ്. ഞാനത് ഫിനിഷ് ചെയ്ത് ഞാനിപ്പോൾ തിരിച്ചത് ഇട്ടിട്ടുണ്ട് ഓൾറെഡി. എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ഉണ്ടാവും, ഇതാണ് അതിൻ്റെ ഔട്ട് വരുന്നത്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്യേണ്ടത്. ഇത് നമുക്ക് ഗ്രൂംസിനാണേലും അല്ലെങ്കിൽ ഇപ്പം ഗ്രൂംമേറ്റ്സ് ആണെങ്കിലും നമുക്ക് ഇപ്പം സിബ്ലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാരേജ് ഫംഗ്ഷനൊക്കെ ഭയങ്കര ഒരു വെസ്റ്റേൺ ലുക്കും ഭയങ്കര ഒരു എലഗൻറ്റ് ലുക്കും കിട്ടുന്ന ഒരു അടിപൊളി ഔട്ട്ഫിറ്റാണ്. ഞാനൊരു വൈറ്റ് ഷർട്ടിൻ്റെ ആ ഒരു ബ്ലാക്ക് സാറ്റിൻ്റെ ആ ഒരു ബെൽറ്റ്, ദെൻ ആ ഒരു ഓപ്പൺ ടൈ, നമുക്ക് നോർമൽ ഫോർമലായിട്ടുള്ള ഒരു പാൻസ്, അടിപൊളി ലുക്കാണ് കിട്ടുന്നത്. എനിക്ക് ഇഷ്ടമായി പേഴ്സണലി. നിങ്ങൾക്ക് ഞാൻ വെയർ ചെയ്ത് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതാണ് അതിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത്. ഇതുപോലുള്ള കസ്റ്റമൈസേഷൻ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതുപോലെ വർക്ക് ചെയ്തിട്ട് വീഡിയോസായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ പുതിയ പുതിയ ടെക്നിക്സും ട്രിക്സും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനിത് വെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു കല്യാണ ചെക്കൻ്റെ ഒക്കെ ഒരു ഫീൽ എനിക്ക് കിട്ടി, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.